വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചെമ്മീൻ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബട്ടറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം എരിവില്ലാത്ത 3 പച്ചമുളക് കട്ട് ചെയ്തതാണിത്. ഇതൊന്ന് വഴന്നതിന് ശേഷം 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്നതിന് ശേഷം മാരിനേഷൻ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചെമ്മീൻ വേവിച്ചെടുക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അധികം വേവായാൽ ചെമ്മീൻ റബ്ബർ പോലെ ഇരിക്കും. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ചെമ്മീനൊക്കെ നന്നായി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കറിവേപ്പിലയിട്ട് വറുത്ത് വെച്ചതാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണിത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. സോയാ സോസ് അധികമാകരുത്. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും സോയാ സോസും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ബട്ടർ ചെമ്മീൻ വേറെ ലെവലാണ്. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ചെമ്മീൻ മാരിനേഷൻ ചെയ്യുമ്പോഴും സവാള വഴറ്റുമ്പോഴും ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് 2 മിനിറ്റും കൂടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബട്ടർ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം. ബട്ടർ ചെമ്മീൻ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീട്ടിലൊക്കെ ചെമ്മീനൊക്കെ കൊണ്ടുവരുന്ന സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.